മാരുതിയുടെ ഒമിനിയാണ് വണ്ടി. അപ്പോൾ വണ്ടി നേരത്തെ കസ്റ്റമർ വണ്ടി നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇതായത് വണ്ടി മൂവായിട്ട് വണ്ടി ഗിയറിലിട്ട് കഴിഞ്ഞാലും വണ്ടി മൂവാത്ത പൊസിഷനായിരുന്നു. നമ്മൾ ഗിയറിലിട്ടിട്ട് വണ്ടി ഭയങ്കര ചാട്ടം, ഗിയറൊക്കെ പിടിക്കണ പോലെ, എന്നാൽ വീല് കറങ്ങണമില്ല. ആ സമയത്ത് നമ്മൾ അഴിച്ചിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി നോക്കുമ്പോൾ ആക്സിൽ ഫ്രീ ആണ്. നമ്മൾ ഗിയറിട്ടിട്ട് പ്രൊപ്പൽ ഷാഫ്റ്റ് നോക്കുന്ന സമയത്ത് പ്രൊപ്പൽ ഷാഫ്റ്റ് ടൈറ്റ് ഉണ്ട്, പക്ഷേ വീല് ഫുള്ള് ഫ്രീ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ഒമിനി വണ്ടി വണ്ടി ഗിയറിട്ട് കഴിഞ്ഞാലും വണ്ടി മൂവാത്ത അവസ്ഥയായിരുന്നു. ഒരു ഭയങ്കര സ്റ്റക്ക് പോലെയൊക്കെ ആയിരുന്നു ആദ്യം. അതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി ഗിയറിട്ടതിന് ശേഷം ഗിയർ കറക്കുമ്പോൾ ഗിയർ വർക്കാകുന്നുണ്ട്, പ്രൊപ്പൽ ഷാഫ്റ്റ് വർക്കാകുന്നുണ്ട്, ലിഫ്റ്റിലേക്ക് പൊക്കിയിട്ട് പ്രൊപ്പൽ ഷാഫ്റ്റ് വർക്കാകുന്നുണ്ട്. പക്ഷേ ബാക്ക് വീല് രണ്ടും ഫ്രീ, ബാക്ക് വീലാണല്ലോ ഡ്രൈവ്. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഡിഫറൻഷ്യലൊക്കെ അയച്ചിട്ട് ചെക്ക് ചെയ്യണം. ഡിഫറൻഷ്യലിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് വീഡിയോ. അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ്, വണ്ടി മൂവാത്താണ് കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് കറക്റ്റ് കംപ്ലയിൻറ്റ് എന്താണ് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ അയച്ചെടുത്തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയെ കാണിച്ചു തരാം കേട്ടോ. ഡിഫറൻഷ്യൽ അയച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഗിയർ, സൺ ഗിയർ, പ്ലാനറ്റ് ഗിയർ, ഈ ഗിയറൊക്കെ ഫുള്ള് സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടോ, ടീത്തൊക്കെ പൊട്ടിപ്പോയിണ്ടാ, ടീത്ത് പൊട്ടി. അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ഷാഫ്റ്റ് ഈ സൈഡത്തെ ഗിയർ ഉണ്ടാകും, പ്ലാനറ്റ് ഗിയറിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് അടക്കം നടുക്കുന്ന് പൊട്ടിയിട്ടുള്ളത് കണ്ടാ. ഈ ഒരു സിംഗിൾ ഷാഫ്റ്റിന് രണ്ട് ഗിയർ വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷാഫ്റ്റ് പൊട്ടിയിട്ട് ആ ഒരു ഗിയർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കണ്ടാ. ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കണ്ട, അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് അവിടെ ആ ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആക്സിൽ ഫുള്ള് ഫ്രീ ആയി. ആക്സിൽ രണ്ട് ഡ്രൈവ് വരുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് ആക്സിലിൻ്റെ ഡ്രൈവ് വരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ബോക്സിലിട്ട് വെച്ചതാണ് സാധനങ്ങൾ, മൊത്തത്തിൽ മിസ്സായി പോയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ഗിയറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ മൊത്തം സ്റ്റക്കായി പോയി. ഇപ്പോൾ സൺ ഗിയറും ഇതൊക്കെ പിനിയൻ ഗിയറൊക്കെ മൊത്തം സ്റ്റക്കാണ്. അതുകൊണ്ട് തന്നെ ആക്സിൽ ഫുള്ള് ഫ്രീ ആയി. ആക്സിൽ രണ്ട് സൈഡും ഫ്രീ ആയിപ്പോയി. അതിൻ്റെ ഒപ്പം തന്നെ അത് പൊട്ടിയ സമയത്താണ് ഇത് ഫുള്ള് ഫ്രീ ആയത്, ആക്സിൽ ഫ്രീ ആയത്. അതുപോലെ ഈ ഗിയർ രണ്ട് സൈഡ് പ്ലാനറ്റ് ഗിയർ ഫുള്ള് ഫ്രീ ആയിപ്പോയി. രണ്ട് ആക്സിലിൻ്റെ ഉള്ളിൽ അകത്തേക്ക് വരും ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഡിഫറൻഷ്യൽ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സാധനമാണ്, സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാകുന്ന സാധനം. അപ്പോൾ പുതിയ ഡിഫറൻഷ്യൽ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത സാധനം കണ്ടാ. എന്നാലും അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള സാധനം കണ്ടത്. ഈ ഭാഗത്ത് ഈ പിന്നാണ് അതിൻ്റെ മറ്റേതിൻ്റെ ഒടിഞ്ഞു പോയത്. ഈ സണ്ണും പ്ലാനറ്റും ഇത് ആക്സിലിൽ നിന്ന് വരുന്നുണ്ടാ. ആക്സിലാണ് ഈ ഒരു ഇതിലെ അകത്തൂടെ ആക്സിൽ വരും, അതുപോലെ ഇപ്പുറ സൈഡിൽ കൂടെ ആക്സിൽ വരും. അതുപോലെ കൂടാതെ ഈ പ്ലാനറ്റ് ഗിയറുകളിൽ ഈ ഒരു പിന്നാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഈ ഗിയറിൻ്റെ ടീത്തൊക്കെ പൊട്ടിയിട്ട് അതിൽ കണ്ടിട്ടുണ്ട്. ആ പഴയ ഇതിൽ നമ്മളിപ്പോൾ ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്ത സാധനമാണ്. പിന്നെ അസംബ്ലി മൊത്തം അയച്ചിട്ട് ഓരോ റിങ് ആയിട്ട് മാറാൻ കുറേ സമയം എടുക്കും, പാർട്സ് വരാൻ കുറേ വെയിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് സ്ക്രാപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വണ്ടിയുടെ തന്നെ എടുത്ത്. ഇതൊരു 2017 മോഡൽ ഒമിനിയുടെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ചും കൂടി പഴക്കം ചെന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സാധനം ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഫുള്ളായിട്ടാണ് കയറ്റി കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല കാണാൻ തന്നെ വലിയ ഡാമേജ് ഒന്നും ഇല്ല. എന്താ നല്ല ഫുൾ ഫ്രീ ആണ് കണ്ട. കറങ്ങുമ്പോൾ തന്നെ അവിടുന്ന് കറക്കുമ്പോൾ തന്നെ കണ്ട നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് വണ്ടിയിൽ കയറ്റി കൊടുക്കാം. ഈ ഭാഗത്ത് സീലൊക്കെ ഇടാണ്ട് പാക്കിംഗ് ആണ് വരുന്നത്. അനാബോണ്ട് ഇട്ടിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം. ബാക്കി ഓയിൽ ഇതൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ആക്കണം. ഉള്ളിൽ പഴയ ഓയിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് കച്ചറൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ആക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഫുള്ള് മെറ്റലിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, മെറ്റൽ പൊടി പാർട്ടിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അതൊക്കെ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്, മൊത്തം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫുള്ള് പൊടിയായിരുന്നു, ഓയിൽ ഫുള്ള് പൊടിയായിരുന്നു. ആ ഗിയറിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് പൊടി. ആ ഗിയർ പൊടിഞ്ഞിട്ട് പ്ലാൻ ഗിയർ ഈ കാണുന്ന തരിയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വന്നേ. ആ ഗിയർ ഡിഫറൻസ് കണ്ട ക്ലീനാക്കിയ പൊടിയായി കാണുന്നത്. ഈ വെള്ള കളറിൽ പൊടി കണ്ട ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഗിയർ ഓയിലും ഇതൊക്കെ കറക്റ്റായിട്ട് മാറായിരുന്നാൽ ഇതൊക്കെ അവസ്ഥ ഉണ്ടാകും. ഫുള്ള് പൊടി കണ്ട ആ ഗിയർ പൊടിഞ്ഞിട്ടുള്ള ആ പൊടിയായി കാണുന്നു. ഈ വെള്ളക്കളർ ഈ സിൽവർ കളർ പോലെ കാണണ്ട, ഫുള്ള് പൊടിയാണ്. അപ്പോൾ അത് ഡിഫറൻഷ്യൽ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പുതിയ സാധനം അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗം ഡിഫറൻഷ്യൽ ഈ കോൺടാക്റ്റ് ടച്ച് ചെയ്യുന്ന ഭാഗം ഹൗസിങ് മൊത്തത്തിൽ വരുന്ന ഭാഗത്ത് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ബോണ്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓയിൽ പശയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. തിന്നറൊക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. തിന്നറൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ പശ മാക്സിമം പോകും. അപ്പോൾ പിന്നെ ലീക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്കിത് കയറ്റിക്കണം. ഡിഫറൻഷ്യൽ ആക്സിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കയറ്റി കൊടുത്തതിന് ശേഷം വണ്ടി ഡ്രൈവ് ചെയ്തോ. ബാക്കി ആക്സിൽ രണ്ട് സൈഡിൽ നിന്ന് ആക്സിൽ ഇടാനുണ്ട്. ആക്സിൽ അതുപോലെ പ്രൊപ്പർ ഷാഫ്റ്റൊക്കെ ഇടാണ്ട്. അത് ഇട്ടതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നല്ല ഫ്രീ ആണ്. നല്ല ഫസ്റ്റ് ഗിയറിൽ തന്നെ ഉണ്ടോ, നല്ല മൂവായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ റിവേഴ്സ് വിട്ട് നോക്കാം. വണ്ടി റിവേഴ്സ് നല്ല സഡൻ ആ പിക്കപ്പ് തന്നെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഓക്കെ.
ഇപ്പോൾ വണ്ടി നല്ല കുന്നെല്ലാം കയറി പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു അത്യാവശ്യം നല്ല കുന്നായിരുന്നു കയറി വന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഡിഫറൻഷ്യലിൻ്റെ കംപ്ലൈൻറ്റ് മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഓയിൽ ചേഞ്ച്, ഡിഫറൻഷ്യൽ ഓയിലൊക്കെ അതിൽ ഫുള്ള് കട്ടായിരുന്നു. ഫുള്ള് കറക്റ്റ് കരിവാളിച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ ഡിഫറൻഷ്യൽ ഓയിൽ മാറ്റാം. അതുപോലെ ഗിയറൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ചിടുമ്പോൾ മെയിനായിട്ട് ഒമിനിക്ക് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഗിയറൊക്കെ ഇടുന്ന സമയത്ത് ഗിയറിട്ട് നമ്മൾ ക്ലച്ച് വിടുന്ന സമയത്തൊക്കെ സഡനൊക്കെ ആയിട്ട് വിടുമ്പോൾ ഇതുപോലെ ഫുൾ ലോഡൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ ഇതുപോലെ കംപ്ലയിൻ്റൊക്കെ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. പിന്നെ നമ്മളെ വണ്ടിയുടെ ഡ്രൈവിങ്ങിൻ്റെ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗിയർ വലിച്ചു പറിച്ചിടുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മെയിനായി ഈ കംപ്ലയിൻറ്റ് ഗിയറിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഡിഫറൻഷ്യലിൻ്റെ ഗിയറൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സിംഗിളായിട്ട് അയച്ചിട്ട് ചെയ്യണം. നമ്മൾ പാർട്സ് പെട്ടെന്ന് കിട്ടാത്ത കാരണം ആണ് സെക്കൻഡ് ഹാൻഡ് ഡിഫറൻഷ്യൽ. അത്യാവശ്യം ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഏകദേശം ഒരു 2017-18 ആ മോഡൽ വണ്ടിയുടെയാണ് ആ ഡിഫറൻഷ്യൽ കിട്ടിയത്. സ്ക്രാപ്പ് ഏരിയയിൽ നിന്ന് കിട്ടും, ഇതുപോലെ ചെറിയ റേറ്റിന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തത്. കസ്റ്റമർ പെട്ടെന്ന് വേണ്ടതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.